ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ഒരു റീഡിങ്ങിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അത്രയും ഒരു ഫ്ലറിഷ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബന്ധം നിലനിന്നിരുന്ന ഒരു സമയത്ത് പരസ്പരം അത്രത്തോളം ഒരു വിശ്വാസം, സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിശ്വാസം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ആ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യത്തിലും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺസ്, നിങ്ങളും നിങ്ങളുടെ ഒരു പേഴ്സൺ, നിങ്ങളുടെ എനർജീസ് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിലവിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന് ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കണക്ഷനും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ആ ഒരു ബന്ധം എങ്ങനെയുള്ള, ഏതൊക്കെ തരത്തിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏജിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പരസ്പരം വിശ്വസിച്ചിരുന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിനൊരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു പീരീഡിലാണെന്ന് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. രണ്ട് ഘട്ടങ്ങൾ മനസ്സിലാവുന്നു. ഒന്ന്, നിങ്ങൾ ആ ഒരു നന്നായിട്ട് സ്നേഹിച്ചിരുന്ന ആ ഒരു സമയത്ത്, ആ ഒരു സമയവും പിന്നീട് ഇപ്പോഴുള്ള ഒരു സമയം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ടു പേരും പരസ്പരം ഒരു തീർത്തും അന്യരായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെ പോലെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക, നിങ്ങളുടെ പേഴ്സൺ നമുക്കിവിടെ അവരെ സ്നേഹിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളാണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം സ്നേഹം നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി. എങ്കിലും തീർച്ചയായിട്ടും നമുക്കിവിടെ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾക്കപ്പോൾ വിശ്വാസം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾ ഈ ഒരു അവസ്ഥ, ഈ ഒരു സമയം കൊണ്ട്, അതെല്ലാം ഇതുവരെയുള്ള സമയം കൊണ്ട് നിങ്ങൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഇവരെക്കുറിച്ച് ധരിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ അത്രയും ഒരു ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ട്രസ്റ്റ് ഇപ്പോൾ ബ്രേക്കായി പോയിട്ടുണ്ട്. നിങ്ങൾ സത്യാവസ്ഥ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഒരു അഭിനയമായിരുന്നു. എല്ലാം ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു 50% സത്യമാണെങ്കിൽ ബാക്കി ഒരു 50% ഫേക്കാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അവരെ വിശ്വസിച്ചിരുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പക്ഷെ അത്രത്തോളം അന്നും നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അവരുടേതായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണ്. അതായത് അവരുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റി, അവരുടെ ലൈഫ്, എല്ലാത്തിനും ഒരു സ്വന്തം കാര്യങ്ങൾക്കാണ് ഈ ഒരു വ്യക്തി പ്രാധാന്യം കൊടുത്തത്. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളാണ് അവർക്ക് ഏറ്റവും ഒരു ഏഞ്ചൽ, ഇമ്പോർട്ടൻ്റ്, പ്രീഷ്യസ് നിങ്ങളാണ്. അവരുടെ കാര്യങ്ങൾ പോലും ചിന്തിക്കുന്നില്ല, നിങ്ങളാണ് ഒരു സുപ്പീരിയർ എന്ന രീതിയിൽ അവർ അന്ന് പെരുമാറി കാണണം. കാരണം ആ ഒരു മജീഷ്യൻ എനർജി പോലെ വരുന്നത് കൊണ്ട് തന്നെ കുറിച്ച് ആ ഒരു മാനിപ്പുലേറ്റീവ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം കാണാനുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പടി കൂടി കൂടുതൽ അവർ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ്. കൈ നിട്ട് കാണിക്കുക. പക്ഷെ ഈ ഒരു കാലഘട്ടം കൊണ്ട് നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ കാണിച്ചതിൽ പലതും ഫേക്ക് ആയിരുന്നു എന്നുള്ളത്.
അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇവർ പൂർണ്ണമായിട്ടും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങളോട് അത്ര എന്താ പറയാ, ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് പറയാനൊന്നും നമുക്ക് കഴിയില്ല. ഇവിടെ ആ ഒരു എനർജി പാസ്റ്റിലുള്ളതെന്ന് പറയുമ്പോൾ അവർക്കുള്ളതിനേക്കാൾ കുറച്ചും കൂടി എക്സ്പ്രസ് ചെയ്ത് നിങ്ങളെ തോന്നിപ്പിച്ചിരുന്നു, നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അത്രയും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആ ഒരു സെപ്പറേഷൻ പീരീഡ് ആണ്, ആ ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സന്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ ഇവിടെ കൂടുതലും ആ ഒരു പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മണി മൈൻഡഡ് ആയിട്ട് അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും അവരുടെ കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, അതിനു വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ഒരു സ്ട്രഗിൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപിൽ, ആ ഒരു കാര്യത്തിന് മുൻപിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഡെത്തിന് ശേഷമുള്ള ആ ഒരു റീബർത്തിനായിട്ട് അവർക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ള ഒരു സമയം ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിന് ശേഷം വന്നിരിക്കുന്നത് കാർഡുകളിലേക്ക് നോക്കുമ്പോൾ ഒരു സൈക്കിൾ എൻഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുമായിട്ട് ആ ഒരു അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്ന ആ ഒരു പീരീഡ് ഫസ്റ്റൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം അത് എൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ള ഈ ഒരു പീരീഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ലാസ്റ്റ് കാർഡുകളിലേക്ക്. അപ്പോൾ താമസിക്കാതെ ആ ഒരു പീരീഡും കൂടി ഇവിടെ എൻഡായി തീരും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ കൂടുതലായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങളിലേക്ക് തന്നെ സെൽഫ് ഫോക്കസ് ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ നന്നായിട്ട് ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കാം. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കാണ് അവരിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ അത് വീണ്ടെടുക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാർഡുകളിലൊക്കെ നമുക്കത് തന്നെയാണ് മനസ്സിലാവുക. അതിലേക്കുള്ള ഒരു സ്ട്രഗിള് അവർ കൂടുതലായിട്ടും നിങ്ങളിലേക്ക് നടന്നെടുക്കുന്നുണ്ട് എന്ന് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പിന്നീട് വന്നിട്ടുള്ള എല്ലാ കാർഡിലും നമുക്കതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്, നമുക്കിവിടെ പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ചിലപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നത് അവർ അത്രയും ഇഷ്ടമാണ്, സ്നേഹമാണ്, 24 hours നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്ന് കേൾക്കാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് തന്നെ. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എപ്പോഴും നമ്മളെ ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ത്രെഡിൽ വരുന്ന കാര്യങ്ങളെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഷുവർ കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇത് നമ്മൾ എന്താ പറയുന്ന കുറച്ച് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവര് ഓർക്കുന്നില്ലല്ലോ, എന്താ അവർ ഓർക്കാത്തത്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ വരുന്ന എനർജീസിലെ നമുക്ക് പറയാനായിട്ട് വരും. അപ്പൊ അവരെ ഓർക്കാതിരിക്കുമ്പോൾ അവരെ ഓർക്കുന്നുണ്ട് എന്നുള്ളത്, ഇതിൽ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അപ്പൊ ആ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അങ്ങ് ശരിക്കും ചങ്ക് പറിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നതല്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ വളരെ ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങളെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ആ ഒരു എന്താ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തോടെ നിങ്ങളിലേക്ക് ഓടി വരാൻ നിൽക്കുന്ന ഒരു പേഴ്സണെ അല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവർ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഭയങ്കരമായിട്ട് അവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന ഒരു തരത്തിലുള്ള റീഡിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള റീഡിങ്ങുകൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്. പക്ഷെ അത് ഇല്ലാത്ത സമയത്ത് നമ്മളത് പറയണമല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഒരു ലൈഫിൽ അവരുടെ ഒരു നിലനിൽപ്പ്, അവരുടെ ഒരു സക്സസ്, അവർ ചില കാര്യങ്ങൾ പ്ലാനും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ചില പുതിയ ന്യൂ ബിഗിനിങ്ങുകൾ പല രീതിയിൽ അവരുടെ ലൈഫിലേക്ക് വന്നേക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം തുടങ്ങി കാണും, അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് അവരിയ്ക്കുന്നു എന്നൊക്കെയുള്ളതാണ്. ആ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, അവർക്ക് സെൽഫ് ലവ് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങളും കൂടി വരുമ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് അവർക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അവരുടെ ഒരു നിലനിൽപ്പ്,
അവർ എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ഒരു നിലനിൽപ്പാണ് അവർക്ക് പ്രധാനം. പക്ഷെ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ തന്നെ ഇവർക്ക് സെൽഫായിട്ട് തീരുമാനമെടുക്കാനുള്ള ആ ഒരു വീൽ പവർ ഉണ്ട്. കാരണം ഇവിടെ ഈ ഒരു കാർഡുകളിലൊക്കെ നമുക്കത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവരിപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പവർ അവരുടേതായ കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം, അല്ലെങ്കിൽ ഇത് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയൻ ഉണ്ടാവണം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ് അവരിപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതിലാണ് അവർ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെയും അവരുടെയും, ഇപ്പോൾ നിങ്ങൾ ഏതൊരു പീരീഡിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിഷമത്തിലാണോ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലാണോ, ഒരു സെപ്പറേഷനിലോ, അപ്പോൾ ഈ ഒരു പേഴ്സൺ ഹേർട്ട് ചെയ്തത് കാരണം അത്രത്തോളം തകർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉടനെ തന്നെ ഈ ഒരു പീരീഡും എൻഡ് ആവുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം നമ്മളുടെ ആ ഒരു ജേർണി തുടങ്ങി ലാസ്റ്റ് കംപ്ലീഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു പാതയും, അല്ലെങ്കിൽ ആ ഒരു സൈക്കിള് തീർച്ചയായിട്ടും എൻഡ് ആവും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ട്രാവലിംഗ് ഇഷ്ടമുള്ളവരായിരിക്കാം. അപ്പം നിങ്ങളുടെ പ്രധാന ഒരു ജോലി അല്ലെങ്കിൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പേഴ്സൺസിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ചിലപ്പോൾ വല്ലപ്പോഴും വന്ന് ഒരു ഹായ് ബൈ ഒക്കെ അയച്ചു പോകുന്നുണ്ടാവാം, എങ്കിലും മാനസികമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു രണ്ട് ദിശയിൽ നിൽക്കുന്ന പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരടുപ്പവും നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് വേണമെങ്കിൽ നിങ്ങളിലേക്ക് വരാം, അതിനൊരു തടസ്സവുമില്ല. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്, പവറൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട്, അത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതവർ ഓവർകം ചെയ്യാതെ ഉള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കാർഡുകളിലെല്ലാം നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഹൈ പ്രിസ്റ്റസ് കാർഡാണെങ്കിലും അതിനകത്ത് കുറച്ചൊരു മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത്, ഞാൻ പറഞ്ഞു, ഇവർ ആ ഒരു കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇല്യൂഷൻസ് ആയിട്ട് കാര്യങ്ങൾ വരുത്തി തീർക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഉള്ളതിനെ ഇല്ലാതാക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ എത്തിയതിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു ധാരണ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നിങ്ങളുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇതിനകത്ത് വരാനായിട്ട് സാധ്യതയില്ല. അപ്പൊ കാരണം ഒരു മിസ്റ്ററി, ഒരു നിഗൂഢത ഈ ഒരു പേഴ്സൺ ഓൾറെഡി ഉണ്ട്. എല്ലാം ഒന്നും ഓപ്പൺ അപ്പ് ആയിട്ട് തുറന്നു പറയുന്ന ഒരു വ്യക്തിയല്ല. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു രഹസ്യം ഈ ഒരു പേഴ്സന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോർത്തിയെടുക്കാം എന്ന് പറഞ്ഞാൽ അത്രയും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അതിരിക്കും. നമ്മൾ ഈ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിഗൂഢതകളൊക്കെ ഒളിച്ച് വെച്ചിരിക്കുന്ന പറയുന്നത് പോലെ അത്രത്തോളം ഡീപ്പാണ് ഇവരുടെ ഒരു മൈൻഡ്. പെട്ടെന്ന് നമ്മൾ ചോർത്തിയെടുക്കാനൊന്നും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വളയുന്ന ടൈപ്പ് ഒന്നുമല്ല ഈ ഒരു പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ പല രഹസ്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എങ്ങനെയാണ് എന്നുള്ള ഒരു രീതി നിങ്ങൾക്ക് അറിയാം. വളരെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രെങ്ത് ആയിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബോൾഡ്നെസ് ഒക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഇവരുടെ വാക്കിന് അത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ കരുതി കാണും, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു പേഴ്സൺ വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയല്ല എന്ന് വിശ്വസിക്കാം എന്നൊക്കെയാണ്. ഇതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചെന്ന് വീണിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ആ ഒരു മജീഷ്യൻ എനർജി പോലെ ഇവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോഴുള്ള ഒരു സൈക്കിൾ അത് തീർച്ചയായിട്ടും അവസാനിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു 6 ഓഫ് കപ്സും അതുപോലെ തന്നെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള അവരുടെ
കരിയറോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സാമ്പത്തികപരമായ കാര്യങ്ങളോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ അവരുടെ ഒന്ന് നിന്ന് കിട്ടും ആ ഒരു സമയത്തേക്ക്. അതിലങ്ങനെ പോകാനുള്ള എന്തെങ്കിലും അവരുടെ ലൈഫിൽ വന്നു ചേരും, അല്ലെങ്കിൽ അത്രയും ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവിധ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് തീർച്ചയായിട്ടും വരും. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഉള്ള സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആകണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലവരുടെ അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകും, ചിലവർക്ക് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കാം എന്നുള്ളത് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇവർ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരും. അപ്പൊ ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് അവർ വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സൈക്കിൾ എൻഡ് ആവണം. അപ്പം അതിനൊരു അതായത് ഇതല്ല എൻ്റെ വഴി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇതിനകത്തല്ല ജീവിതത്തിലെ പ്രാധാന്യം എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ വരണം. അപ്പോൾ അത് സംഭവിക്കാനുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിലെ യൂണിവേഴ്സ് കൊടുക്കണം, എങ്കിലേ അവർക്കത് വരികയുള്ളൂ. അത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു എഫേർട്ട് എടുത്തു വരും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു കാലതാമസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നല്ല പ്ലാനിങ് ലാണ് ഈ ഒരു വ്യക്തി. നിങ്ങൾ അവരുടെ മനസ്സിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിന്റെ ഒരു കോണിൽ നിങ്ങളുണ്ട്, പക്ഷെ ഇമ്പോർട്ടൻസ് ഫൈനാൻസ് പരമായ കാര്യങ്ങൾക്കാണ്. അല്ലാണ്ട് ഈ ഒരു വ്യക്തി നിങ്ങൾ നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം ഡീപ്പായിട്ടുള്ള രീതിയിൽ പോകാനോ അങ്ങനെയൊന്നും ഉള്ള രീതിയിലുള്ള ചിന്തകളൊന്നും ഇപ്പോൾ ഇവർക്കില്ല. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു റിവെഞ്ച് എടുക്കുന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു പ്രാധാന്യം തരുന്നില്ല എന്നൊരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങളെ ഉപേക്ഷിച്ചു വന്നോ അല്ലെങ്കിൽ നിങ്ങളെ മറന്നു കളഞ്ഞു എന്നോ അങ്ങനെയൊന്നും നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഈ വ്യക്തിക്കില്ല. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇവർ. അല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണ്, എനിക്കെല്ലാം കുറെ കെട്ടിപ്പൊക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചായിരിക്കാം ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു ഇടിവ് വരും. അത് വരുമ്പോഴത്തേക്ക് ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഓർമ്മകളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കൂടാതെ കഴിയില്ല എന്നുള്ള ആ ഒരു മിസ്സിങ് ഫീൽ എപ്പോഴും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനുശേഷം വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിലുള്ള ഒരു പേഴ്സൺസ് എനർജീസ് വെച്ചിട്ട് നമുക്കിവിടെ പറയാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇത്രയും ഒരു സംഭവം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. ചില റീഡിംഗ് ഒക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് അതുപോലെ ഈ റീഡിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ആളുകൾക്കായിരിക്കും ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഒത്തിരി ആളുകൾക്ക്, വളരെ കൂടുതൽ ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പം നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളോടൊരു ദേഷ്യമോ റിവെഞ്ചോ, അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കണമെന്നോ, നിങ്ങളെ മറന്നു കളയണമെന്നോ, നിങ്ങളെ ഉപേക്ഷിച്ച് പോകണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വ്യക്തിയുടെ മനസ്സിലില്ല. അതും നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് എടുത്ത് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സൈക്കിള് അവസാനിച്ച് ഇവർക്കൊരു, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു പണി കിട്ടണം. അപ്പോഴാണ് ശരിക്കും ഇവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് യൂണിവേഴ്സ് ഇവരെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് കുറച്ചൊരു കാലതാമസം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ 21 ആണ്. 1997 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ മ്യൂസിക് 1984. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 25. വിത്തിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറയുന്ന സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 56. 2 months. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളുകളാകാൻ ചാൻസ് ഉണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. സ്പിരിച്വൽ പാത്ത്, ഈ ഒരു സമയത്ത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. നമ്പർ 45 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51.
അതുപോലെ തന്നെ ലെറ്റർ 6, നമ്പർ 10 ട്രൂ ലവ്, സത്യസന്ധമായ ഒരു സ്നേഹമാണ് എന്നാണ് കിട്ടുന്നത്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 12 1980, 1976 ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 കുക്കിംഗ്, സപ്പോർട്ടീവ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലവബിൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ പേഷ്യൻസ്. ലെറ്റർ N 1996, ലെറ്റർ A 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. യു ക്യാൻ ട്രസ്റ്റ് എന്നുള്ള ക്ലൂ ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.